ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടന്ന പ്രത്യേക ചർച്ചയ്ക്കിടെ ഭരണപക്ഷത്തെ കടന്നാക്രമിച്ച് പ്രിയങ്ക ഗാന്ധി. കശ്മീർ തീവ്രവാദ വിമുക്തമാണ് എന്ന് സർക്കാർ അവകാശപ്പെട്ടിട്ടും എങ്ങനെയാണ് പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ടത് എന്ന് പ്രിയങ്ക ഗാന്ധി ചോദിച്ചു. എന്തുകൊണ്ട് പഹൽഗാമിൽ സുരക്ഷ ഒരുക്കിയില്ല? വീഴ്ച ഉണ്ടായതിൽ സർക്കാർ മൗനം പാലിക്കുകയാണ്. 26 പേരെ കൊലപ്പെടുത്തി ഭീകരർ രക്ഷപ്പെട്ട് 1 മണിക്കൂർ നേരം ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പോലും സ്ഥലത്തെത്തിയില്ല. സംഭവത്തിൽ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഉത്തരവാദിത്വമില്ലേ എന്നും പ്രിയങ്ക ചോദിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസംഗത്തിന് ശേഷമായിരുന്നു പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ വാക്കുകൾ കൊണ്ട് തീമഴ പെയ്യിച്ചത്. പഹൽഗാമിൽ നിരപരാധികളെ കൊന്നവരെ സൈന്യം വധിച്ചുവെന്നും ഭീകരരെ വധിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് ദുഃഖമാണ് എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. അമിത്ഷായുടെ വാദങ്ങളിലെ പൊരുത്തക്കേടുകൾ അക്കമിട്ട് നിരത്തിയായിരുന്നു പ്രിയങ്കയുടെ പ്രസംഗം. പ്രധാനമന്ത്രിയെയും പ്രിയങ്ക വെറുതെ വിട്ടില്ല. നേതൃത്വം ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതിന് മാത്രമല്ല, ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് പ്രിയങ്ക പറഞ്ഞു. വെടിനിർത്തൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വമില്ലായ്മയെയാണ് കാണിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും തന്റെ അമ്മയുടെ കണ്ണുനീരിനെ കുറിച്ചും സംസാരിച്ചു. എന്നാൽ ശത്രുവിന് പോകാൻ ഇടമില്ലാതിരുന്ന സമയത്ത് എന്തിനാണ് യുദ്ധം നിർത്തിവെച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു യുദ്ധം നിർത്തിവെക്കൽ. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെയും ഉത്തരവാദിത്തമല്ലേ എന്നും പ്രിയങ്ക ചോദിച്ചു. വികാരനിർഭരമായി മരിച്ചവരുടെ കുടുംബത്തിന് വേണ്ടി സംസാരിച്ച പ്രിയങ്ക പിതാവ് രാജീവ് ഗാന്ധിയുടെ മരണവും സംസാരവേളയിൽ ഓർത്തെടുത്തു. അമ്മയുടെ കണ്ണുനീർ വീണത് അച്ഛനെ ഭീകരവാദികൾ വധിച്ചപ്പോഴാണ്. പഹൽഗാമിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമായവരുടെ വേദന തനിക്ക് വ്യക്തമായി മനസ്സിലാകും. 2019 TRF രൂപം കൊള്ളുന്നത്. 2020 അവർ കശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്നിട്ടും 3 വർഷങ്ങൾക്ക് ശേഷമാണ് TRF ഭീകരവാദ സംഘടനയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് എന്നും പ്രിയങ്ക ഗാന്ധി വിമർശിച്ചു. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ബൈസരൻ താഴ്വരയിലേക്ക് പോകുന്ന കാര്യം സർക്കാരിന് അറിയില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അവിടെ സുരക്ഷയില്ലാതിരുന്നത്? ഇത്തരമൊരു നിഷ്ഠൂരമായ ഭീകരാക്രമണം നടക്കാൻ പോവുകയാണ് എന്നും പാകിസ്ഥാനിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നും ഒരു രഹസ്യാന്വേഷണ ഏജൻസിക്കും അറിവുണ്ടായിരുന്നില്ലേ? ഇത് സർക്കാരിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും വലിയ പരാജയമാണ്. ഇതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? ആരെങ്കിലും രാജിവെച്ചോ? അവർ ഭൂതകാലത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ വർത്തമാനകാലത്ത് നടക്കുന്നതിനെക്കുറിച്ച് ആര് ഉത്തരം പറയുമെന്നും പ്രിയങ്ക ചോദിച്ചു. അതേസമയം പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധിയും രൂക്ഷ വിമർശനം നടത്തി. പാകിസ്ഥാൻ പറയുന്നത് കേട്ട് എന്തിന് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനോട് രാഹുൽ ഗാന്ധി ചോദിച്ചു. 30 മിനിറ്റിനുള്ളിലെ കീഴടങ്ങലാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. ആക്രമിക്കുന്ന കാര്യം പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിച്ചു. ഒരിക്കൽ ആക്രമിച്ചുവെന്നും ഇനി ആക്രമണം നടത്തില്ല എന്നും പാകിസ്ഥാനോട് പറഞ്ഞു. കാരണം ഈ നടപടിയുടെ ലക്ഷ്യം പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കുകയായിരുന്നു. സ്വന്തം പ്രതിച്ഛായ സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി വ്യോമസേനയെ ഉപയോഗിച്ചതായും രാഹുൽ ആരോപിച്ചു. ഇന്ത്യ പാക് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 29 തവണയാണ് പറഞ്ഞത്. ട്രംപ് കള്ളം പറയുകയാണ് എന്ന് പറയാൻ പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. കശ്മീർ തീവ്രവാദ വിമുക്തമാണ് എന്നാണ് സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. പിന്നെങ്ങനെയാണ് പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണം നടന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. അതിനിടെ സൈനിക നടപടി നിർത്താൻ പാകിസ്ഥാൻ ഇന്ത്യയോട് യാചിച്ചുവെന്നാണ് രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ പറഞ്ഞത്. ശത്രു മുട്ടുമടക്കിയപ്പോൾ എന്തിനാണ് നിർത്തിയത് എന്നും നമ്മൾ എപ്പോൾ മുതലാണ് പാകിസ്ഥാനെ അനുസരിക്കാൻ തുടങ്ങിയത് എന്നുമായിരുന്നു ഇതിനോട് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. എല്ലാ സൈനിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കൈവരിച്ചതിന് ശേഷം മാത്രമാണ് ഇന്ത്യ പിന്മാറിയത് എന്ന് രാജ്നാഥ് സിംഗ് രാഹുലിന് മറുപടി നൽകി. നമ്മൾ ഭീകരതാവളങ്ങൾ തകർത്തുവെന്നും പ്രതികാരം ചെയ്തുവെന്നുമായിരുന്നു രാജ്നാഥ് സിംഗിന്റെ മറുപടി. നമുക്ക് ഒരു നഷ്ടവും സംഭവിച്ചില്ലെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. അതേസമയം ഓപ്പറേഷൻ മഹാദേവിലൂടെ 3 ഭീകരരെ വധിച്ചുവെന്ന് ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 3 ഭീകരരെയാണ് വധിച്ചത്. പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ ഭീകരരെ അനുവദിച്ചില്ല. പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഭീകരർ സ്ഥിരം നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു. മെയ് 22-ന് ഇവരെക്കുറിച്ച് സൂചന ലഭിച്ചു. അന്നു മുതൽ തുടങ്ങിയ ഓപ്പറേഷനാണ് ഭീകരരെ വധിക്കുന്നതിലേക്ക് നയിച്ചത്. ഭീകരരെ സഹായിച്ചവരെ നേരത്തെ NIA അറസ്റ്റ് ചെയ്തു. ഇവർ ഈ ഭീകരരെ തിരിച്ചറിഞ്ഞു. ഭീകരരുടെ കയ്യിലുണ്ടായിരുന്നത് പഹൽഗാമിൽ ഉപയോഗിച്ച അതേ ആയുധങ്ങളാണ് എന്നും അമിത്ഷാ വ്യക്തമാക്കി.
പ്രസംഗത്തിനിടയിൽ അമിത്ഷായുടെ വാദങ്ങളിൽ സംശയമുന്നയിച്ച അഖിലേഷ് യാദവിനോട് അമിത്ഷാ ക്ഷോഭിച്ചു. ഭീകരരുടെ മതത്തിന്റെ പേരിൽ വിഷമം വേണ്ടെന്ന് അഖിലേഷിനോട് അമിത്ഷാ പറഞ്ഞു. ഫോറൻസിക് റിപ്പോർട്ടിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് അമിത്ഷാ വ്യക്തമാക്കി. കൊല്ലപ്പെട്ട ഭീകരരുടെ കയ്യിലുണ്ടായിരുന്നത് പഹൽഗാമിൽ ഉപയോഗിച്ച ആയുധങ്ങളെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. ഭീകരിൽ നിന്ന് പിടിച്ച ആയുധങ്ങൾ ഇന്നലെ അർദ്ധരാത്രി പ്രത്യേക വിമാനത്തിൽ ചണ്ഡീഗഡിലെ ലാബിലെത്തിച്ച് പരിശോധിച്ചുവെന്നും അമിത്ഷാ മറുപടി പറഞ്ഞു. ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ ശക്തി ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ലോകം കണ്ടുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്ത്യൻ ആയുധങ്ങൾ പാക് ആയുധങ്ങളുടെ ശേഷിയെ തുറന്നുകാട്ടി. ഇന്ത്യൻ സേന പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് നാം തെളിയിച്ചു. പാക് വ്യോമസേനാ താവളങ്ങൾ എപ്പോഴും ഐസിയുവിലാണ്. എപ്പോൾ എങ്ങനെ എവിടെ തിരിച്ചടിക്കണമെന്ന് സൈന്യത്തിന് തീരുമാനിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. 22 മിനിറ്റിൽ പഹൽഗാം ആക്രമണത്തിന് മറുപടി നൽകി. പാകിസ്ഥാന് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മുൻപും പലതവണ സംഘർഷമുണ്ടായിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്ന് കനത്ത ആക്രമണം നടത്തുന്നത് ആദ്യമാണ്. പാകിസ്ഥാനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്ഥലങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി. പാകിസ്ഥാന്റെ ആണവ വെല്ലുവിളി വെറുതെയാണെന്നും ഇനി അത്തരം ഭീഷണി നടക്കില്ല എന്നും ഇന്ത്യ തെളിയിച്ചു. സംഘർഷത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയും രാജ്യം ഉപയോഗിച്ചു. ഇന്ത്യയുടെ ശക്തി ലോകമറിഞ്ഞു. ഇന്ത്യൻ നിർമ്മിത ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടാക്കി. നമുക്ക് മറ്റു രാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചു. എന്നാൽ കോൺഗ്രസ് പിന്തുണ ലഭിക്കാത്തത് ദൗർഭാഗ്യകരമാണ് എന്നുമാണ് പ്രധാനമന്ത്രി മറുപടിയായി പറഞ്ഞത്.